നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആത്മീയ നിർവൃതിയിൽ അറഫയിൽ ഒത്തുചേർന്ന വിശ്വാസി ലക്ഷങ്ങൾ. ബലിപ്പെരുന്നാൾ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയും കേരളത്തിൽ ശനിയാഴ്ചയും ആഘോഷിക്കും. കേരളത്തിൽ ബക്രീദ് അവധി ശനിയാഴ്ച മാത്രം. ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പ്രകൃതിയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി ദിനാചരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും വൃക്ഷത്തൈ നട്ട് വിതരണം നടത്തിയും ദിനാചരണം നടത്തി. തെരുവുനായ ശല്യം രൂക്ഷം. പെരുമ്പിലാവ് ക്ഷേത്ര ഗോശാലയിലെ പശുക്കിടാവിനെ നായ്ക്കൾ കടിച്ചുകൊന്നു. ക്ഷേത്ര ഭാരവാഹികൾ അധികൃതർക്ക് പരാതി നൽകി. മാസങ്ങൾ പിന്നിട്ടിട്ടും വീട് കുത്തിത്തുറന്ന് 32 പവൻ കവർന്ന മോഷ്ടാവിനെ കണ്ടെത്താനാകാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്നറിയിച്ച് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വാർത്തകൾ വിശദമായി. മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ സംഗമത്തിന് സാക്ഷ്യം വഹിച്ച അറഫ. ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ആനന്ദ നിർവൃതിയിൽ വിശ്വാസി ലക്ഷങ്ങൾ ഒത്തുചേർന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന പവിത്ര മന്ത്രങ്ങളാൽ അറഫയുടെ മണ്ണും ആകാശവും ശുഭ്രമായ മനസ്സും വസ്ത്രങ്ങളുമായി വന്നണയുന്ന തീർത്ഥാടകരെ വരവേറ്റു. കത്തുന്ന സൂര്യനു താഴെ ആത്മീയ ശക്തിയുടെ കരുത്തിൽ വിശ്വാസി ലക്ഷങ്ങൾ നാഥനു മുന്നിൽ കരുളുരുകി പ്രാർത്ഥനകൾ അർപ്പിച്ചു. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ജീവിതവിശുദ്ധി തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 18 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് വ്യാഴാഴ്ച അറഫ മൈതാനിയിൽ സംഗമിച്ചത്. വർഗ, വർണ്ണ, ദേശഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ആഗോള മുസ്ലിങ്ങൾ ഒത്തുചേരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമത്തിൽ അണിചേരാൻ തീർത്ഥാടകർ വ്യാഴാഴ്ച പ്രഭാത നമസ്കാരത്തോടെയാണ് മിനായിൽ നിന്ന് യാത്രയാരംഭിച്ചത്. പുണ്യഭൂമിയിൽ അറഫ സംഗമത്തിൽ ജനലക്ഷങ്ങൾ അണിനിരക്കുമ്പോൾ ആഗോള മുസ്ലിം സമൂഹം അറഫ നോമ്പനുഷ്ഠിച്ച് ഐക്യദാർഢ്യം രേഖപ്പെടുത്തും. സൗദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് ബലിപെരുന്നാൾ. ലോക മുസ്ലിങ്ങളുടെ പരിച്ഛേദമായി അറഫയിൽ ഒത്തുകൂടുന്ന തീർത്ഥാടക ലക്ഷങ്ങളെയും ലോകമെമ്പാടുമുള്ള 150 കോടിയിലേറെ മുസ്ലിങ്ങളെയും അഭിസംബോധന ചെയ്തുള്ള അറഫ ഖുതുബ നിർവഹിക്കുന്നത് ഹറം ഖത്തീബും ഇമാമുമായ ഷെയ്ഖ് ഡോക്ടർ സ്വാലിഹ് ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദാണ്. മലയാളം ഉൾപ്പെടെ 34 ഭാഷകളിൽ അറഫ പ്രഭാഷണം വിവർത്തനം ചെയ്യും. പ്രപഞ്ചനാഥനോടുള്ള അളവറ്റ സ്തുതിവചനങ്ങളും പാപമോചനത്തിനായുള്ള പ്രാർത്ഥനകളും അലയടിച്ച മിനാ താഴ്വര തർവിയത്ത് ദിനമായ ഇന്നലെ രാപ്പകൽ ആഗോള വിശ്വാസി ലക്ഷങ്ങളുടെ ആത്മസമർപ്പണത്തിൽ അലിഞ്ഞു ചേർന്നു. ശിഷ്ടജീവിതത്തിൽ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും പിന്നിട്ട കാലം ചെയ്തുപോയ പാപങ്ങൾക്ക് പശ്ചാത്താപം തേടിയും വാനിലേക്ക് കൈകളുയർത്തി അവർ കണ്ണീരൊഴുക്കി. പാപമോചന പ്രാർത്ഥനകളും ദിക്റുകളും ഉരുവിട്ടും സൂര്യാസ്തമയം വരെ ഹാജിമാർ അറഫയിൽ കഴിച്ചുകൂട്ടും. ചന്ദ്രമാസ പിറവിയുടെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾ കണക്കാക്കുന്നതിനാൽ കേരളത്തിൽ അറഫ ദിനം വെള്ളിയാഴ്ചയും വലിയ പെരുന്നാൾ ശനിയാഴ്ചയുമാണ് മുസ്ലിങ്ങൾ ആചരിക്കുന്നത്. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സർക്കാർ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റി. സർക്കാരിന്റെ അവധി കലണ്ടറിൽ വെള്ളിയാഴ്ചയായിരുന്നു. മാസപ്പിറവി വൈകിയതിനാൽ ബലിപ്പെരുന്നാൾ ശനിയാഴ്ചയാണെന്ന് മതപണ്ഡിതർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവധി ദിവസവും മാറ്റിയത്. 2 ദിവസം അവധി നൽകണമെന്ന് മുസ്ലിം സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 1 ദിവസം അവധി എന്ന മുൻ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായില്ല. അവധി മാറ്റിയത് സംബന്ധിച്ച് ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. വൃക്ഷങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക, ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യും. ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യരിൽ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനടക്കം സഹായിക്കും. പ്രകൃതി നമുക്ക് മനോഹരമായ പലതും നൽകിയിട്ടുണ്ട്. അവയെ സംരക്ഷിക്കാൻ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട്. പരിസ്ഥിതിക്ക് ദോഷമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് പ്രധാനം. മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക,
പ്ലാസ്റ്റിക് കത്തിക്കുക എന്നീ പ്രവൃത്തികളെല്ലാം പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്നവയാണ്. എന്താണ് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുക, എന്താണ് ഗുണപ്രദമാവുക എന്ന സാമൂഹ്യ അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തിന് അറുതി വരുത്തുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനും അവബോധം നൽകാനുമുള്ള ആശയങ്ങളാണ് പരിസ്ഥിതി ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ തൈ നട്ടുപിടിപ്പിക്കലും പരിസ്ഥിതി അവബോധ ക്ലാസുകളും സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ വെറും പരിസ്ഥിതി ദിനാചരണത്തിന് മാത്രം നടുന്നതാകരുത് ഓരോ തൈകളും. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ പരിസ്ഥിതി ബോധം കൂടി ഉളവാകുന്നത്. കരിക്കാട് ഗുഡ്സ് ഓട്ടോയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ കോട്ടോൾ തായംകുളം വീട്ടിൽ 19 വയസ്സുള്ള ഫാസിലിനാണ് പരിക്കേറ്റത്. അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ പൂങ്കാവനം കുരിശുപള്ളിക്ക് സമീപം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയായിരുന്നു അപകടം. പഴഞ്ഞി ഭാഗത്തേക്ക് പോയിരുന്ന ഗുഡ് ഓട്ടോ പെട്ടെന്ന് തിരിച്ചതിനെ തുടർന്ന് പുറകിൽ വന്ന സ്കൂട്ടർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഫാസിലിനെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. തെരുവ് നായ്ക്കൾ പശുക്കിടാവിനെ കടിച്ചുകൊന്നു. പെരുമ്പിലാവ് ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഗോശാലയിലെ 2 മാസം പ്രായമുള്ള പശുക്കിടാവാണ് ബുധനാഴ്ച രാത്രി തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് നേരെയും തെരുവുനായ്ക്കളുടെ ആക്രമണം പതിവാണ്. മേഖലയിലെ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പരാതി നൽകി. ഗുരുവായൂർ ഫാം ഫെഡ് നിക്ഷേപ തട്ടിപ്പിൽ പ്രതിഷേധിച്ച് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഗുരുവായൂർ കിഴക്കേ നടയിൽ നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം അബ്ബാസ് മാലിക്കുളം അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ പ്രശാന്ത്, AH അക്ബർ, MR രാധാകൃഷ്ണൻ, ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. പന്നിത്തടത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്ന് 32 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് അറിയിച്ച് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അബ്ബാസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കവർച്ച നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത തക്കം നോക്കിയാണ് മോഷണം നടത്തിയത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്തു കയറി അലമാര കുത്തി തുറന്ന് അതിനകത്തുണ്ടായിരുന്ന 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. സൗദിയിൽ ജോലി ചെയ്യുന്ന അബ്ബാസ് അവധിയിൽ നാട്ടിലെത്തി തിരിച്ചുപോയത് കഴിഞ്ഞ ഏപ്രിൽ 6-നാണ്. ഏപ്രിൽ 7-ന് വീട്ടിലുണ്ടായിരുന്ന മകൻ അംജദ് പാലക്കാടുള്ള ജോലിസ്ഥലത്തേക്കും അംജദിന്റെ ഭാര്യ സാദിയ അവരുടെ വീട്ടിലേക്കും മാതാവ് നഫീസക്കുട്ടി മകളുടെ വീട്ടിലേക്കും പോയിരുന്നു. അംജദ് ഏപ്രിൽ 12-ന് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് മനസ്സിലായത്. കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. തൃശൂർ പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിനായി സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ മോഷ്ടാവിലേക്കെത്തുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ബാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പോലീസുകാർ പറയുന്നത് എന്താ വെച്ചാൽ അവർ അവരുടെ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. CCTVയിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു അപാകത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അന്വേഷണങ്ങൾ അവർ നടക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് DYSP നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് അവരന്ന് നടത്തിയതായ ഡോഗ് സ്ക്വാഡിൻ്റെയും പിന്നെ ഫിംഗറിങ്ങിൻ്റെയും അവരുടെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു ലെറ്റർ, അതെല്ലാം അവർ ചെയ്തതായ റിപ്പോർട്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ലഭിച്ച അടയാളങ്ങൾ കൂടുതലും വീട്ടുകാരുടേതായിരുന്നു. തിരിച്ചറിയാത്ത 2 വിരലടയാളങ്ങൾ സ്ഥിരം മോഷ്ടാക്കളുടേതല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന 5 ദിവസത്തിനുള്ളിലാണ് മോഷണം നടന്നത്. മോഷണം നടന്ന ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതും വീട്ടിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകളില്ലാത്തതുമാണ് അന്വേഷണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം മോഷണത്തിന് പുറകിൽ ബന്ധുക്കളാണെന്നും സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു ലഭിച്ചു എന്നും പ്രചരണം നടക്കുന്നത് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാനസിക പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കളവ് നടന്നിട്ട് 2 മാസമായി. ഇതുവരെ ഒരു വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അതിൻ്റെ ഒക്കെ ഒന്ന് അന്വേഷിച്ച് പിടിച്ചു വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തുള്ള സമാധാനം ഒന്ന് വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുള്ളത്. കാരണം ഇപ്പോൾ അവർക്കിപ്പോൾ ഞങ്ങളതിന് സംശയിക്കുക, എല്ലാവരും സംശയിക്കുക. അപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഇന്ന ആൾക്കാർ ഇത് ചെയ്തെന്നും
ഇത്ര മുതൽ എങ്ങനെ നശിപ്പിച്ചെന്നും ആ സത്യങ്ങൾ ഞങ്ങൾക്ക് ഇത് അറിയണം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മൗനം പാലിച്ചിരിക്കുന്നത്. അവരിതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ വിശ്വാസം ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന അന്വേഷണത്തിനൊക്കെ വഴി തിരിച്ചുവിടാവുന്ന ഒരു ഇൻഫർമേഷനാണ് നാട്ടിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രയാസമാവുകയാണ്. സ്വർണം കിട്ടാതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ മോഷ്ടാവിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുവാനും വീട്ടുകാർ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ പരാതികളുമായി മുന്നോട്ടു പോകുമെന്നും വീട്ടുകാർ അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർക്കായുള്ള സംസ്ഥാനതല ശില്പശാല ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റുന്ന തരംതാണ രാഷ്ട്രീയമാണ് കേരള സർക്കാർ നടത്തുന്നത്. കേരളത്തിന് വികസനത്തിന് വേണ്ടി കേന്ദ്രം ധാരാളം പണം നൽകുന്നുണ്ട്. അത് വിനിയോഗിക്കാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ലെന്നും ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ അധ്യക്ഷനായി. യുവമോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി രോഹിത് ചഹൽ വിഷയാവതരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, രേണു സുരേഷ്, ജില്ലാ പ്രഭാരി എം വി ഗോപകുമാർ, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ബാബു, അഡ്വക്കേറ്റ് കെ ആർ ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ വി ആതിര, സുധീഷ് മേനോത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി മിത്രം പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി ചെയർമാൻ എം കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ, കൌൺസിലർമാരായ ബിബിത മോഹനൻ, ദേവിക ദിലീപ്, സിന്ധു ഉണ്ണി, ബിന്ദു പുരുഷോത്തമൻ, ക്ലീൻ സിറ്റി മാനേജർ ശിവകുമാർ, ഹെൽത്ത് ഓഫീസർ ഹർഷിദ് എന്നിവരും സന്നിഹിതരായിരുന്നു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആദരിക്കുന്നതിനാണ് പരിസ്ഥിതി മിത്രം പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കുന്നംകുളം നഗരസഭ 3-ാം വാർഡ് കീഴൂർ നോർത്തിലെ തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ പദ്ധതി പ്രകാരം 9,10,000 രൂപ ചിലവഴിച്ചാണ് ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, PK ഷെബീർ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, ശുദ്ധ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം KC നിഖിൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു. പോർക്കുളം സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആണ്ടിയത്ത് വീട്ടിൽ 39 വയസ്സുള്ള അഭിഷാദിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് കാഞ്ഞിരപ്പാടത്തിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ആളൂർ അഹമ്മദിയ മിഷൻ ഹൌസിൽ ഖിലാഫത്ത് ദിനം സംഘടിപ്പിച്ചു. 1908 ഇന്ത്യയിലെ പഞ്ചാബിലെ ഖാദിയാനിൽ വെച്ച് ഇമാം മഹ്ദി മിർസ ഗുലാം അഹമ്മദ് സ്ഥാപിച്ച ഖിലാഫത്തിന്റെ 117ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ആളൂരിൽ സംഘടിപ്പിച്ച ഖിലാഫത്ത് ദിനാചരണ ചടങ്ങിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. മൗലവി ഗുലാം അഹമ്മദ്, അംനാസ് തൻവീർ അഹമ്മദ്, സൗഫിയ അബ്ബാസ്, റസീന അൻസർ എന്നിവർ സംസാരിച്ചു. തെക്കൻ പാലയൂർ ദർവൻസ് ക്ലബ് പ്രവർത്തകർ അങ്കണവാടിയിൽ പുതുതായി ചേർന്ന കുട്ടികൾക്കും പിരിഞ്ഞു പോകുന്നവർക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുട, ടിഫിൻ ബോക്സ്, മറ്റ് പഠനോപകരണങ്ങളാണ് നൽകിയത്. ദർവൻസ് ക്ലബ് ഭാരവാഹികളായ ഫസൽ, ഷഹീൽ, അനസ്, ബിലാൽ എന്നിവർ ചേർന്ന് 14-ാം വാർഡ് കൌൺസിലർ സുപ്രിയ രാജേന്ദ്രൻ, മുൻ കൌൺസിലർ നൌഷാദ് തെക്കുംപുറം എന്നിവർക്ക് കൈമാറി. അങ്കണവാടി അധ്യാപകരായ ബിന്ദു സതീഷ്, പ്രഭുല എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. വൃക്ഷത്തൈ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം. വിശദാംശങ്ങളിലേക്ക്. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കിഴക്കേ അങ്ങാടിയിൽ വൃക്ഷത്തൈ നട്ടു. മുതിർന്ന അംഗം MO ചാക്കോച്ചൻ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം B സുധീഷ് അധ്യക്ഷനായി. PB ഭവ്യ, ശ്രുതി സതീഷ്, ബിന്ദു മണികണ്ഠൻ, ES ദേവദത്ത്, KA ഫരീദ് അലി, റോബർട്ട് ആൻഡോ, സതീഷ് ബാബു എന്നിവർ പങ്കെടുത്തു. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കോട്ടിയാട്ടുമുക്ക് ക്ഷേത്ര മൈതാനത്ത് പോർക്കുളം പഞ്ചായത്ത് മെമ്പർ രജനി പ്രമൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK മോഹൻദാസ്, അമ്പല കമ്മിറ്റി പ്രസിഡന്റ് മോഹൻ വാഴപ്പള്ളി, സെക്രട്ടറി പ്രമോദ് മാധവൻ,
തമ്പി ജോബ് എന്നിവർ പ്രസംഗിച്ചു. കമ്മിറ്റി അംഗങ്ങളായ പുരുഷോത്തമൻ, ശരത്, ലൈബ്രറിയൻ സൽമ, കൊച്ചു മാത്യു എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വൃക്ഷത്തെ നട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PS മണികണ്ഠൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിൻഡോറിനി, ഷീജ സുഗതൻ, പഞ്ചായത്ത് അംഗം സുധീർ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ അധ്യാപകരും PTA ഭാരവാഹികളും NSS വളണ്ടിയർമാരും നേതൃത്വം നൽകി. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം, മഴനിറവിന്റെ ഭാഗമായി പച്ചക്കറി തൈ, വിത്ത് വിതരണം എന്നിവ നടത്തി. 50 പച്ചക്കറി തോട്ടങ്ങൾക്കുള്ള തൈകൾ, വിത്ത് കിറ്റ് വിതരണം എന്നിവയാണ് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ സംസാരിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, വിവിധ കൃഷിക്കൂട്ടം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സിജിമോൻ, സനൽ P രാജ്, PP ജിഷ എന്നിവർ നേതൃത്വം നൽകി. കൃഷി ഓഫീസർ K ഗംഗാദത്തൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഷാജുമോൻ നന്ദിയും പറഞ്ഞു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ജൈവകൃഷി പുരസ്കാര ജേതാവ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M ചീരൻ അധ്യക്ഷനായി. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ചൈതന്യയിലെ വിദ്യാർത്ഥിനികളായ ജിസ്മി ജോൺസൺ, ശ്രേയ CN എന്നിവർക്ക് ആദരവും ചൈതന്യയുടെ പ്രത്യേക ഉപഹാരവും മുഖ്യാതിഥി M ബാലാജി സമ്മാനിച്ചു. വാർഡ് കൗൺസിലർ AS സനൽ, മുക്കോല മിഷൻ ഡയറക്ടർ ഫാദർ റൂബൻ അബ്രഹാം, മലയാള മനോരമ പത്രപ്രവർത്തകൻ C ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളിൽ വായനാക്കളരി പദ്ധതിയുടെ ഭാഗമായി പ്രിൻസിപ്പാൾ NJ ലിസിക്ക് പത്രം കൈമാറി. എറണാകുളം മിൽട്ടൺ എന്റർപ്രൈസസ് സ്ഥാപനത്തിന്റെ പ്രതിനിധി വിൽസൺ കരിക്കാട് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മിൽട്ടൺ എന്റർപ്രൈസസ് ഉടമ CK സണ്ണിയാണ് പത്രം സംഭാവന ചെയ്തത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 114 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ആത്മീയ നിർവൃതിയിൽ അറഫയിൽ ഒത്തുചേർന്ന വിശ്വാസി ലക്ഷങ്ങൾ. ബലിപ്പെരുന്നാൾ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയും കേരളത്തിൽ ശനിയാഴ്ചയും ആഘോഷിക്കും. കേരളത്തിൽ ബക്രീദ് അവധി ശനിയാഴ്ച മാത്രം. ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പ്രകൃതിയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി ദിനാചരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും വൃക്ഷത്തൈ നട്ടും തൈ വിതരണം നടത്തിയും ദിനാചരണം സംഘടിപ്പിച്ചു. തെരുവുനായ ശല്യം രൂക്ഷം. പെരുമ്പിലാവിൽ ക്ഷേത്ര ഗോശാലയിലെ പശുക്കിടാവിനെ നായ്ക്കൾ കടിച്ചുകൊന്നു. ക്ഷേത്ര ഭാരവാഹികൾ അധികൃതർക്ക് പരാതി നൽകി. മാസങ്ങൾ പിന്നിട്ടിട്ടും വീട് കുത്തിത്തുറന്ന് 32 പവൻ കവർന്ന മോഷ്ടാവിനെ കണ്ടെത്താനാകാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കാണിച്ച് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.